പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം അതിൻ്റെ ഒരു പ്രചരണത്തിന് ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം അടുത്ത തവണ UDF ഒരുപക്ഷെ അധികാരത്തിൽ വന്നാൽ, ഞാൻ പറയുന്നത് ക്വാർട്ടറിലാണ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യം കിട്ടും. കാരണം മുസ്ലിം ലീഗ് ഇപ്പോൾ തന്നെ 25 MLA-മാരെങ്കിലും ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അവർ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും അവർ യഥാർത്ഥത്തിൽ ജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് ഇപ്പോൾ മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യം കിട്ടും എന്നുള്ളത് കൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എന്നാണ് ഭാഷ വിചാരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമായിട്ടുള്ളൊരു പ്രചരണം എന്ന് പറയുന്നത് ഈ LDF തോറ്റാൽ അധികാരത്തിൽ വരുന്നത് മുസ്ലിം ഭരണമായിരിക്കും എന്നതായിരിക്കും, അല്ലേ? അതെ, അങ്ങനെയാണ് അത് വരാനുള്ള സാധ്യത. ആ സാധ്യത അവർ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് സഹായകരമായ നിലപാട് മുസ്ലിം ലീഗ് ചിലപ്പോൾ പ്രകടമാക്കിയേക്കും. കാരണം 30 സീറ്റുകൾ അവർ ആവശ്യപ്പെടുന്നു പറയുന്ന വാർത്ത ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ ആവശ്യപ്പെടുന്നത് 30 സീറ്റല്ല, മത്സരിക്കാൻ 30 സീറ്റല്ല, 25 MLA-മാരാണ് അവർ. അതെ, അതിന് 30 സീറ്റിൽ മത്സരിക്കേണ്ട കാര്യമില്ല. 25 സീറ്റിൽ മത്സരിച്ചാലും ജയിക്കാവുന്ന 25 സീറ്റ് അവിടെ ഞങ്ങൾ മത്സരിച്ച് 25 വരും ജയിക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 100%. അതെ, മുസ്ലിം ലീഗിൻ്റെ ഒരു ലക്ഷ്യം തന്നെ അതാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഭരണം കിട്ടിയില്ലെങ്കിലും അവർ മത്സരിച്ച സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം അവർ ജയിക്കണേ. അപ്പോൾ ഇങ്ങനെ ജയിച്ചവർ അധികാരത്തിൽ വരുമ്പോൾ അവർ പല മേഖലകളിലും അവരുടെ അവകാശവാദം ഉന്നയിക്കും. ഇതൊരു മലബാർ പാർട്ടിയല്ല, ഇതൊരു കേരള പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തിൽ പല സ്ഥലങ്ങളിലും സീറ്റ് വേണം എന്നവരാവശ്യപ്പെടും. ആ സീറ്റ് കൊടുക്കേണ്ടി വരും, അവിടെ അവർ ജയിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിസൾട്ട് വന്ന സമയത്ത് പല സ്ഥലത്തും മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? കോർപ്പറേഷൻ പിടിച്ച സമയത്ത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു, അല്ലേ? അതെ, മുനിസിപ്പാലിറ്റികളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പല സ്ഥലത്ത്. അല്ല, മാഷ് പറഞ്ഞാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗാണ്. കാരണം 77% വരുന്ന സ്ട്രൈക്ക് റേറ്റാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാഷ് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് കേരള രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ LDF-ന് ജയസാധ്യതയുള്ളൊരു 40-45 സീറ്റുകളുണ്ട്, അല്ലെങ്കിൽ LDF ഏത് വിധേനയാലും ജയിക്കാൻ കഴിയുന്ന സീറ്റുകളുണ്ട്. പക്ഷെ അതേസമയം UDF-ന് ജയിക്കാൻ കഴിയാവുന്ന സീറ്റുകളുടെ ലിസ്റ്റ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് മാത്രമായി ജയിക്കാൻ കഴിയാവുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മത്സരിക്കുന്ന സീറ്റുകളിൽ അത്രത്തോളം സീറ്റുകൾ ഉറപ്പായിട്ടുള്ള സീറ്റുകളില്ല. പകരം അത് കൂടുതലുള്ളത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിലാണ്. എൻ്റെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ മാഷ് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു പ്രചരണം, ഇപ്പം 5ാം മന്ത്രിസ്ഥാനം അവർ ആവശ്യപ്പെടും, അല്ലെങ്കിൽ അവർ ആവശ്യമില്ലാത്ത വലിയ വാദങ്ങൾ ആവശ്യപ്പെടും എന്നൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി ഗണേശൻ തന്നെ പറഞ്ഞ് തുടങ്ങിയേക്കുന്നത്. അതായിരിക്കും CPM-ന്റെ പ്രചരണം എന്ന് ഉറപ്പാണ്. ആ പ്രചരണത്തിൽ അടുത്തൊരാക്കം കൂട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ SDPI-യും ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പാർട്ടികളുമൊക്കെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ അധികാരം നേടാൻ പോകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ തോതിൽ നേടേണ്ട ഒരു വെല്ലുവിളിയാണ്. ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി, കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അപ്പോൾ അദ്ദേഹം പോലും കഴിഞ്ഞ തവണ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടില്ലെന്നാണ്. പക്ഷെ അതിലും മാഷ് പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്, കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ അവരുടെ ആവശ്യം 25 MLA ആണെങ്കിൽ ജയസാധ്യതയുള്ള ചില സീറ്റുകൾ, അല്ലെങ്കിൽ തോൽക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി കോൺഗ്രസ് മത്സരിച്ചാൽ സാധ്യതയുള്ള സീറ്റുകൾ വെച്ചുമാറാനുള്ള പല സമ്മർദ്ദങ്ങളും അവർ പയറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ കേരളത്തിൽ CPM ഒരുപക്ഷെ BJP-യും കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ പ്രോപ്പറായി പാർട്ടി മെഷീനറി ഉണ്ടാവുകയും അത് ചലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് MLA-മാരെ ജയിപ്പിച്ചെടുക്കാനും കഴിയും. അപ്പോൾ ഈ ജയിപ്പിച്ചെടുക്കാനും കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാമുഖ്യം അടുത്ത മന്ത്രിസഭയിൽ കൂടും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പക്ഷെ അത് ഇപ്പുറത്ത് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി വലിയ പ്രചരണത്തിന് കൂടി ആയുധമാക്കാൻ CPM-ന് കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ല, കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ വർഗീയതയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായി മാറി. CPM തന്നെ പല തെരഞ്ഞെടുപ്പുകളും തോറ്റത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണെന്നൊരു ആരോപണം ഉയർന്നത്. അങ്ങനെയാണ് കരീമിക്ക എന്ന് പറയുന്നത്, ഞാൻ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത്. സഖാവ്
ഇളമരം കരിമി എന്നെഴുതുന്നതിന് പകരം കരീമിക്ക. ചില സ്ഥലങ്ങളിൽ ഇളമരം കരീം, ചില സ്ഥലങ്ങളിൽ, മിക്കവാറും സ്ഥലങ്ങളിൽ കരീംക എന്ന് വരുമ്പോൾ അത് ഈ പറഞ്ഞ മാതിരി മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കേണ്ട സ്ഥലത്ത് മാത്രം അതുകൊണ്ടേ വെക്കുക, മറ്റിടത്ത് സഖാവ് വെക്കുക. ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് വർഗീയതയുടെ തലത്തിൽ CPM തന്നെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് CPM വൻ തിരിച്ചടി കിട്ടി. അങ്ങനെയാണ് മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് അവർ സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലത്തിലെത്തിയത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ ആക്ഷനുകളും നടക്കുമ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ടാകും എന്ന് പറയുന്നവർ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഹിന്ദു ധ്രുവീകരണമാണ്. മുസ്ലിം ധ്രുവീകരണം അവിടെ നടക്കുകയും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ല. അത്ര ശക്തമായിട്ടുള്ള രീതിയിൽ അവരത് കൈകാര്യം ചെയ്യുകയും തിരുവനന്തപുരത്ത് BJP ജയിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച വന്ന് തിരുവനന്തപുരം കാവ്യവൽക്കരിച്ചു. അപ്പോൾ ഉടനെ ചോദിക്കുകയാണ്, അപ്പം മലപ്പുറം പച്ചയായി, തിരുവനന്തപുരം കാവ്യയായി എന്ന് പറയുന്ന ഒരു വർഗീയ മെസ്സേജാണ് ശരിക്കും. അല്ല, ഇപ്പം ഏറ്റവും ഒടുവിലത്തെ ഇഷ്യൂ പോലും ഇപ്പം ഇന്ന് വീണ്ടും അങ്ങനെ കത്തിപ്പടരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ റാഹിസ് റഷീദ് എന്ന് പറഞ്ഞ റിപ്പോർട്ടറെ തീവ്രവാദി എന്ന് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മാഷ അറിയേണ്ടത് ഇപ്പം ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ അത് CPM അനുകൂലമാകും. കാരണം ഇപ്പോൾ മലപ്പുറത്തുള്ള ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിലാണെന്ന് അറിയില്ല, അദ്ദേഹം കൊണ്ടായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളിയുടെ മുഖത്ത് കരിയോയിൽ കഴിക്കുന്നവർക്ക് ഞങ്ങൾ ഗിഫ്റ്റും നൽകും പണവും നൽകും എന്ന് പറഞ്ഞൊരു പോസ്റ്റായിട്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ടതിൻ്റെ പിന്നിൽ തൊട്ടടുത്ത പോസ്റ്റുകളിൽ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് പഴയ കേരളമല്ല, ഇത് പുതിയ കേരളമാണ്, അത്തരത്തിലൊരു ഈഴവ നേതാവിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനിശ്ചിതമായിട്ടുള്ള തീവ്രമായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 2026 തെരഞ്ഞെടുപ്പിൽ എന്താണെങ്കിലും കേരളത്തിലൊരു പൂർണ്ണമായിട്ടുള്ള വർഗീയ വിഭജനത്തിന് സാധ്യമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ നേരത്തെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, UDF LDF തമ്മിലുള്ള വ്യത്യാസം 12 ലക്ഷം വോട്ടാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അത്രത്തോളം വരുന്ന വോട്ടാണ്. അതിൽ 6 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് മലപ്പുറം മാത്രമാണ്. അപ്പോൾ ആ 12 ലക്ഷം വോട്ടിൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ കുറെ കൂടി ഗംഭീരമായിട്ടുണ്ടാവുകയും കഴിഞ്ഞ ലോക്സഭയിൽ BJP കിട്ടിയ 38 ലക്ഷം വോട്ടിൽ നിന്ന് ഒരു 12-15 ലക്ഷം വോട്ടുകൾ ഇപ്പുറത്തേക്ക് വേണമെങ്കിൽ LDF, അതായത് LDFന് ജയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ട് മറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആ സാധ്യതയിൽ നിന്നുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറ്റതും കൂടി നോക്കിക്കണ്ടത്. അതായത് മുസ്ലിം ലീഗും അതുപോലെ മുസ്ലിം സമുദായത്തിനും ഒക്കെ വലിയ പ്രാമുഖ്യം കിട്ടുന്ന സ്ഥലമുണ്ടാവുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഈ അജണ്ട വളരെ ഗംഭീരമായി ഒരു രാഷ്ട്രീയ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളി ഇന്നലെയും പറഞ്ഞേക്കുന്നത്, കാരണം ഞങ്ങൾക്ക് ഒരു SNDP സമുദായത്തിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അനുവദിക്കാൻ ഞങ്ങൾക്ക് കാസർഗോഡ്, വയനാട്, ഈ പറഞ്ഞ മലപ്പുറം ജില്ലകളിൽ സാധ്യമാകുന്നില്ല. പകരം എന്ത് ചെയ്തു, എല്ലാം അവർ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഒരു കാര്യം മാഷുവാദ കറക്റ്റാണ്, കാരണം അതിലെനിക്ക് സംശയമില്ല, ഈ 2026 തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ വിഭാഗീയമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചിന്താഗതികൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടും. അതായത് വർഗീയത രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, BJP വളർന്നിട്ടില്ല അല്ലെങ്കിൽ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് കൂടിയില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അത് കറക്റ്റാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് രാഷ്ട്രീയമായി BJP വിജയിച്ചു നിൽക്കുകയാണ്. കാരണം കേരള രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ തീരുമാനിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂർ പൂരം, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഓക്കെ, സ്വർണ്ണക്കൊള്ള പിന്നെ ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ ആണെന്ന് വിചാരിക്കാം. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയല്ല ജനങ്ങൾ അതിനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങൾക്കും സാമുദായിക നേതാക്കൾക്കൊക്കെ വലിയ പ്രാമുഖ്യം കിട്ടുന്ന ലെവലിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറിയതുപോലെ കേരള രാഷ്ട്രീയവും മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെ, എനിക്ക് തോന്നുന്നത് വളരെ കൃത്യമായിട്ട് BJPയുടെ അജണ്ട എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു. അതെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖം അവർ തല്ലിപ്പൊളിച്ചളഞ്ഞു. അതിൻ്റെ സ്ഥാനത്ത് വളരെ കൃത്യമായിട്ട് മതവൽകൃതമായ ഒരു സംവിധാനത്തെ കൊണ്ടുനോക്കാനായിട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ വർഗീയതയെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരികയും രാഷ്ട്രീയം വർഗീയതയ്ക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഗൗരവമാണ്, വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം. ഇതിൻ്റെ മുഖം മാറിപ്പോയി കേരളത്തിൻ്റെ. അല്ല, അതാണ് മാഷ് പറഞ്ഞ കാര്യമാണ് അടിവരായിട്ട് എനിക്കും പറയാനുള്ളത്. കാരണം ഇപ്പം ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര ശതമാനം വോട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് വോട്ടിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. വെൽഫെയർ പാർട്ടി ഒറ്റക്ക് നിന്നാൽ 1% പോലും വോട്ട് കിട്ടില്ല. BJPക്ക് കേരളത്തിൽ എത്ര ശതമാനം വോട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ 14-15% പക്ഷേ ഇവരുടെയൊക്കെ ഐഡിയോളജികൾക്ക് ഈ കേരളീയ സമൂഹത്തിൽ വലിയ പ്രാമുഖ്യം കിട്ടുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകളിലും അവരുടെ തീരുമാനങ്ങളിലും അവരുടെ പ്രസ്താവനകളിലും അവരുടെ പ്രചരണ ആയുധങ്ങൾ പോലും ഈ പറയുന്ന പോലെ വർഗീയമാവുകയും ചെയ്യേണ്ട ലെവലിലേക്ക് ഒരു ആശയ പ്രചരണത്തിന് ഇവർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അവസാനമായി വായിച്ചെടുക്കാൻ കഴിയുന്നത്.